വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് മറുമരുന്നായി ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയുമായി മലപ്പുറം CH സെന്റർ ദുബായ് ചാപ്റ്റർ ജൈവ കനി എന്ന പേരിലാണ് പദ്ധതി ഒരുക്കുന്നത്. ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി കനി കലാകൂട്ടായ്മയുമായി സഹകരിച്ചാണ് പദ്ധതി ഒരുക്കുന്നത്. താൽപ്പര്യമുള്ള വ്യക്തികളിൽ നിന്നും ഭൂമി ഏറ്റെടുത്ത് അവിടെ ജൈവ കൃഷി ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൃഷി വോളണ്ടിയർമാരെ ഉപയോഗിച്ച് പരിപാലിക്കുകയും ഉൽപ്പന്നങ്ങൾ കൃത്യമായി വിപണിയിൽ എത്തിക്കുകയും ചെയ്യും. ഇത് മലപ്പുറത്തിൻ്റെ ആരോഗ്യ സംസ്കാരത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ജില്ലാ കളക്ടറുടെ വസതിയോട് ചേർന്ന ഭൂമിയിൽ തൈനട്ട് കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ നിർവഹിക്കും. അതിന്റെ അത്രയും വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമാണ് ജൈവകനി. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മെസ്സേജ് ജനങ്ങളുടെ പാസ് ചെയ്യും. വെറുതെ കിടക്കുന്ന നിലങ്ങളെ കൃഷി യോഗ്യമാക്കുക. അപ്പൊ അതിന് ഒരു 10 മുതൽ 50 സെന്റ് ഒക്കെ സ്ഥലങ്ങൾ നമുക്ക് റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെ സഹായത്തോട് കൂടിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയാണ്. ആ സ്ഥലം കൃഷിയോഗ്യമാക്കാൻ വേണ്ട എല്ലാ സാമ്പത്തിക സഹായം ജൈവകനിയുടെ സംഘാടകരായിട്ടുള്ള കനിക്കലാകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഭൂമി വിട്ടുകിട്ടിയാൽ ആ ഭൂമിയിൽ എന്ത് തരം കൃഷിയാണോ അവിടെ അനുയോജ്യം എന്നുള്ളത് ജില്ലാ കാർഷിക വിഭാഗത്തിന്റെ അഗ്രികൾച്ചറൽ ഓഫീസറുടെയും ഒക്കെ നേതൃത്വത്തില് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ശാസ്ത്രീയമായി അവിടെ വിളവെടുക്കാൻ പറ്റുന്ന കൃഷികൾ വിഭാവനം ചെയ്ത് ആ പച്ചക്കറികൾ ഓർഗാനിക് ഫാമിംഗ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഓണത്തിന്റെ വൈകിട്ട് നമുക്ക് വീട്ടിലെത്തിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. CH സെന്റർ ദുബായ് ചാപ്റ്റർ അധ്യക്ഷൻ സഫീർ അലി മാങ്കരത്തോടി, കനി അധ്യക്ഷൻ നൌഷാദ് മാമ്പ്ര, മദ്രാസ് IIT പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ PM നബീൽ, ഷംഷാദ് ബീഗം, അൻവർ ടൈറ്റാനിയം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.